ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് നമ്മൾ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് ഏറെ സ്നേഹിക്കാം. അമ്മയുടെ പാത നമുക്ക് പിന്തുടരാം. ഏറെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതലായി ജപമാല ചൊല്ലുവാനും ഏറെ സ്നേഹത്തോടെയും ത്യാഗത്തോടെയും അമ്മയെ സ്നേഹിക്കാൻ ഒരുങ്ങാം. എൻ്റെ ജീവിതത്തിൽ എന്നും തുണയായി എൻ്റെ കൂട്ടായി നിന്നവനാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ നാമം തന്നെയാണ് സന്യാസ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോഴും സ്വർഗീയ മധ്യസ്ഥയായി ഞാൻ സ്വീകരിച്ചതും തിരഞ്ഞെടുത്തതും. അതുകൊണ്ട് തന്നെ അമ്മ എന്നും എൻ്റെ കൂട്ടുകാരിയാണ്, എന്നോടൊപ്പമുള്ളവളാണ്. എൻ്റെ നിരാശയുടെ സമയങ്ങളിൽ പ്രത്യാശയായും എൻ്റെ ജീവിതത്തിൽ സഹന നിമിഷങ്ങളിൽ എനിക്ക് കൂട്ടായും എന്നോടൊപ്പം ഉണ്ടായിരുന്നവളാണ് എൻ്റെ അമ്മ. ഞാൻ എൻ്റെ അമ്മയെ ഏറെ സ്നേഹിക്കുകയും സ്വന്തം അമ്മയായി തന്നെ കരുതുകയും ചെയ്യുന്നു. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ ഇന്നും അത് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മ അന്നു മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഒപ്പമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓരോ സമയവും ഞാൻ വീഴുമ്പോഴും അതുപോലെ എൻ്റെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിലും ഒക്കെ അമ്മ എൻ്റെ കൈ പിടിച്ച് കൂടെ നിന്നിട്ടുണ്ട്. ആ അമ്മയെ എനിക്ക് ഈശോ നൽകിയ സമ്മാനമായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഈശോ തന്ന ഈ സമ്മാനത്തെ ഞാൻ നിങ്ങൾക്കും ഇതാ തരികയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുക. ഈശോ കുഞ്ഞു ആവയായിരുന്നപ്പോൾ മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മ ഇന്നും നമുക്ക് കൂട്ടുകാരിയാണ്. നമ്മുടെ കൂടെ, നമ്മോടൊപ്പം, നമ്മുടെ ഈ നാൾ ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ആ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഓരോ നിമിഷവും മുന്നേറാം. പരിശുദ്ധ അമ്മ നിങ്ങളേവരെയും സഹായിക്കട്ടെ. ദൈവപിതാവിൻ പ്രിയപുത്രി നീ, ദൈവകുമാരനോ മാതാവു നീ, ദൈവാത്മാവിൻ ജ്ഞാനയമേ, ദൈവജനത്തിനു മധ്യസ്ഥ നീ, ദൈവാത്മാവിൻ ജ്ഞാനയമേ, ദൈവജനത്തിനു മധ്യസ്ഥ നീ, ഇരവിഴൽ തെളിയും കിടാവിളക്കേ അമ്മേ മരിയേ വിമലാംബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ അമല മനോഹരേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.